ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും സാലഡും പപ്പടമൊക്കെ ആയിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബീഫിൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ബീഫാണ്. 1 കിലോ ബീഫുണ്ട്. ഒട്ടും തന്നെ എല്ലില്ലാത്ത വെറും ഫ്ലഷ് മാത്രമായിട്ടുള്ള പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം. ഒരു 10 ചെറിയുള്ളി ഇത്രയൊക്കെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-2 ടീസ്പൂണോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗരം മസാല പൗഡറാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ ഒരു മസാലയൊക്കെ ഒരു ബീഫിന് നല്ലോണം ഒന്ന് പിടിച്ച് വരട്ടെ. ബീഫ് അങ്ങനെ റെസ്റ്റ് ആവാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ തന്നെ സ്റ്റൗവിലോട്ട് വെച്ചെടുക്കാം. ആ ഒരു കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 3-4 അല്ലെങ്കിൽ 5 വിസിൽ അത് മതി. നമ്മുടെ കയ്യിലുള്ള ബീഫിൻ്റെ ഒരു മുറ്റ അനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുക്കറിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിലൊരു 3-4 വിസിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുകയും ചെയ്യില്ല കേട്ടോ. അതുപോലെ ബീഫ് അത്യാവശ്യം നല്ല ബീഫായിരുന്നു. അപ്പം അതൊന്നിരുന്ന് റെഡി ആവരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ഒരു ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ അതാ ഒരു ഉരുളിയാറട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചിയാണ്. ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കറിക്ക് വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് കുറച്ച് റൈസിന് വേണം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബീഫ് ഫ്രൈക്ക് നമ്മൾ അവസാനം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്തെടുക്കാം. 3-4 സവാള വരെ ആക്കാൻ കേട്ടോ. ഒരു 1.5 കിലോ ചിക്കൻ കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 സവാള ഞാൻ ഒന്ന് സ്ലൈസ് ആക്കി തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 3 വരെയൊക്കെ ആകാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 4 സവാള, ഒരു മീഡിയം സൈസിലുള്ള 4 സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് സവാള വഴറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ചേർത്തിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സവാള ചേർത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെന്നെടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.5 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് ആ ഒരു ചിക്കൻ്റെ ആ ഒരു കളർക്ക് ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളും ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. പൊടികൾ ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാൻ കുറച്ചൊന്നൊരു മുളകിട്ട ഒരു കറിയുടെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കാണാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് അത്രയും ചേർത്താണ്. പൊടികൾ കുറച്ച് കൂടിപ്പോയെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും പൊടി ചേർത്തെങ്കിൽ നമ്മൾ ആ ഒരു പൊടിയിലേക്ക് ആ ഒരു മസാലയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. കുറച്ച് ചേർക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ അതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് പൊടികൾ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായിരുന്നാലും എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു 1 to 1.5 കപ്പ് വരെയൊക്കെ ആകാം തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 20-25 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചിക്കനൊന്ന് വെന്ത് വരണം. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചും വരണം. ഇപ്പോൾ ഒരു 2 കിലോ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടിയുടെ അളവ് കറക്റ്റ് ആവുമായിരുന്നു. ഇതിപ്പോൾ ഒരു 1.5 കിലോ ചിക്കനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പൊടികളും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ചൊന്ന് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ബീഫും ഇതിനിടയ്ക്ക് ഒരു 3-4 വിസിൽ വന്നിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിന് വെള്ളം അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമ്മൾ കുക്കായിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ആ ഒരു വെന്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കുക്കറിൻ്റെ അടപ്പൊണ്ട് അടച്ചിട്ട് ഒരു 2-3 വിസിൽ വീണ്ടും ഒന്ന് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഒരു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഈ ഒരു പാനിലിട്ടൊന്ന് ഫ്രൈ ആക്കുന്ന സമയത്തെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വേവിച്ചൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫ് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒരു മസാലയോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. പിന്നെ ഒരു ഡ്രൈൻ്റെ ഒരു ഫോം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം കേട്ടോ. കുറച്ച് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി മതി എന്നുണ്ടെങ്കിൽ ഒരു പകുതി ഭാഗത്തോളൊന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് എടുക്കാം. കുറച്ച് നല്ലൊരു കളറിലൊന്ന് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫ്രൈ ആക്കുമ്പോഴും ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ചീരകവും 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്തെടുക്കും. ആ ഒരു ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ് കേട്ടോ. പിന്നെ ചെറിയൊരു സവാളയാണ്, അതൊന്ന് സ്ലൈസ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഒന്ന് മുരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ആ ഒരു സവാള ഒന്ന് ഒതുങ്ങി വരുന്ന ഒരു പാകം എത്തുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്കിനി ബാക്കി കുറച്ച് കാര്യങ്ങളോടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് റൈസും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ലഞ്ചായിട്ട് ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ടൊന്നും മാറ്റി വയ്ക്കുന്നില്ല. അങ്ങനെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കാഷ്യൂസും റൈസിൻസൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 കൂടെ കുറച്ച് ചേർത്തതാണ്. പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി, വലുത് കാണുന്നതിന് 1-ന്റെ പകുതി മതിയാകും. ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സവാള അത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ നമ്മൾ ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് ഒരു 1-2 ടീസ്പൂൺ അത്രയും മതിയാകും. ഒരുപാട് ചേർക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലേക്ക് ഒന്ന് ഇതിലേക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് ഇതങ്ങ് മൊരിഞ്ഞ് വരാനായിട്ട് നിൽക്കല്ലേ, എങ്കിൽ ആ ഒരു ചോറിൻ്റെ നിറം ഒന്ന് മാറിപ്പോകും. ജസ്റ്റ് ഒന്ന് വഴിറ്റുക, ഒരു പച്ച ചുവന്ന് മാറത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴിറ്റുക. പിന്നെ നമ്മൾ റൈസ് ചേർത്ത് വറുത്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നീളത്തിന് വേണമെങ്കിലും മുറിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അത് ആ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഒരു കൈമറിച്ച് ജീരകശാല അരിയാണ്, അതിനെ അവിടെ ഒരു 3 കപ്പ് എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞതിന് ശേഷം അടച്ചങ്ങ് മാറ്റി വെക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ആ ഒരു ചെറിയൊരു നനവ് കാണില്ല, ആ ഒരു വെള്ളത്തിൽ നിന്ന് റൈസ് ഒന്ന് സ്റ്റോക്കായി കിട്ടുകയും ചെയ്യും. എന്നാൽ അരി ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാൻ നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിലിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല റൈസ് പൊതുവെ. അപ്പോൾ അത് ആ ഒരു കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഒരു റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റെങ്കിലും ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ റൈസ് കറക്റ്റ് ഒരു ഫ്ലേവറും ടേസ്റ്റിങ് നല്ല രീതിയിൽ കിട്ടുന്നത്. ബിരിയാണിക്കായിരുന്നാലും നെയ്ച്ചോറിനൊക്കെയായിരുന്നാലും എങ്ങനെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് റൈസ്. പിന്നെ അത് ആ ഒരു ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 കപ്പ് റൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 കപ്പ് വെള്ളമാണ് ഞാൻ വെക്കുന്നത്. അരി നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് കുറേ ദിവസം പഴക്കമുള്ളത് ഉണങ്ങിയ അരിക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 കപ്പും കൂടെ നമുക്ക് ചേർക്കേണ്ടി വരും. എങ്കിലേ റൈസ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. ഒന്നാമത് നമ്മൾ ഈ ഒരു പാനിലാണ് വെക്കുന്നത്. കുക്കറിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം തന്നെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന അരിയാണെങ്കിൽ ഒരു 1/4 കപ്പ് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം കുറച്ച് ദിവസം വീട്ടിലേക്ക് ഇരുന്ന് ഉണങ്ങിയ അരിയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 കപ്പ്, നമ്മളിപ്പോൾ 3 കപ്പിന് 6 കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 6.5 കപ്പ് വെള്ളമൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എന്തായിരുന്നാലും ഒരു 6 കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി റൈസിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയാകും. ബീഫ് ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം കൂടെ, അതിൽ നിന്നൊരു കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറി വരുന്ന സമയത്ത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ഫ്ലേവറും ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ അവസാനം കുറച്ച് മല്ലിയില, നിർബന്ധയില വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മല്ലിയിലയോ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിനിടയ്ക്ക് റൈസ് ഞാൻ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 5-6 മിനിറ്റ് വറുത്തെടുക്കണേ. അപ്പോൾ അതാ നമുക്കിനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 കപ്പ് റൈസിന് 6 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് പാകമാണോ നോക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 10-15 മിനിറ്റ് അതിനകം തന്നെ കുക്കായി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ആ ബീഫ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടെ ഗരം മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്തെടുക്കാം, ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ. അപ്പോൾ അതാ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു വെള്ളം ഒന്ന് വറ്റി തുടങ്ങും. ആ ഒരു ടൈമിൽ നല്ലോണം ഫ്ലെയിം കുറച്ച് ഒരു 10-12 മിനിറ്റ് വീണ്ടും ഒന്ന് വെക്കണേ. അപ്പോൾ റൈസ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും, ഉള്ളരിയൊക്കെ വെന്ത് കറക്റ്റായിട്ട് പാകത്തിന് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിലേ ചോറ് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നെയ്ച്ചോറൊക്കെ വയ്ക്കാൻ പെട്ടെന്ന് നല്ല എളുപ്പമാണല്ലേ. പെട്ടെന്ന് നമ്മൾ സാധാരണ ഒരു ചോറും കറിയൊക്കെ വയ്ക്കുന്നതിനേക്കാളും ഈസിയാണ് നെയ്ച്ചോറൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോന് ലഞ്ച് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവനോടുള്ള ലഞ്ച് ഞാൻ പാക്ക് ചെയ്യുന്നതാണ്. ഫ്രൈയും കൂടെ നെയ്ച്ചോറും ബീഫ് ഫ്രൈ പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി ഞാൻ പ്രത്യേകം വേറൊരു പാത്രത്തിലാണ് എടുക്കുന്നത്. പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ തൈരും തക്കാളിയും സവാള ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. സാലഡും കൊണ്ടൊന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ ഒരു റൈസിലേക്ക് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒന്ന് പാത്രം ഒന്ന് അടയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ചിക്കൻ കറി ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നിൽക്കരുതും ഒരാൾ മാത്രം കഴിക്കാനല്ല, അവനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ള അത്രയും ചോറും കറിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിളൊന്ന് കട്ടാക്കി തന്നെ അതും കൂടെ ഞാൻ ഒരു ഫോയിൽ പേപ്പറിലൊന്ന് പൊതിഞ്ഞൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഞായറാഴ്ച ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെന്നുള്ളൊരു ഉൾവിളിയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കേസരിയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ സേമിയ പായസം ആയിരിക്കും, ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു മധുരമുള്ള ഐറ്റംസ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കേസരി ഒന്ന് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്കൊരു 1/2 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നതും. ആ ഒരു കേസരി ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് നെയ്യും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നെയ്യ് നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണേ. കുറച്ച് കാഷ്യൂസ് ഉണ്ടല്ലോ, ഒന്ന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയൊന്ന് മാറ്റി വയ്ക്കാം. മുന്തിരിങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉണക്ക മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇവിടെ വലിയ താല്പര്യമില്ല, കുട്ടികളെടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ എടുത്ത് കളയാൻ വേണ്ടി അതിലിട്ടിട്ട് വറുത്ത് കോരി മാറ്റുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കാഷ്യൂസ് മാത്രം ഇട്ടിട്ടൊന്ന് വറുത്തൊന്ന് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ആയി വരണേ. ആ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് ആ ഒരു നെയ്യിൽ നമുക്ക് മാറ്റിയാൽ മതിയാകും. പിന്നെ അതാ നമ്മുടെ ഏത് പാത്രത്തിലാണ് അതൊന്ന് സെറ്റാൻ വേണ്ടി വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ആ ഒരു കാഷ്യൂസ് ഒന്ന് വറുത്ത് കോരി ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ഇതാ 1 കപ്പ് റവയാണ് കേട്ടോ. ഒരു ചെറിയ റവയില്ല, അതാണ് നൈസായിട്ടുള്ള റവ. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ആ ഒരു റവ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. കണ്ടോ, ഒരു നെയ്യും റവയൊക്കെ റവേനേക്കാളും നെയ്യ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പാകം വേണമെങ്കിൽ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും ഒരു ടെക്സ്ചറൊക്കെ ഇതിന് കേസരിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് അത്രയും മതിയേ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ വരും, ഒരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു ടൈമിലാണ് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് കെറ്റിൽ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 1 കപ്പ് റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 3 കപ്പ് തിളച്ച വെള്ളം തന്നെ ചേർക്കണേ. അപ്പോഴേ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 3 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ ഒന്ന് സൂക്ഷിക്കണേ. നല്ല രീതിയിലൊന്ന് ഇളക്കി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി വരും. അതുവരെ നമുക്കിതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ആ ഒരു കേസരിയുടെ ഒരു കറക്റ്റ് മധുരം എന്ന് പറയുന്നത് 1 ഇരട്ടിയാണ് കേട്ടോ പഞ്ചസാര ചേർക്കാനുള്ളത്. ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഈ ഒരു പാകം മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് കൂടെ മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ ഫുള്ളായിട്ട് ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചൂട് റവയിലോട്ട് ഈ ഒരു പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് മെൽറ്റായി വരും, നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. എന്നിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണേ. നന്നായിട്ട് ഡ്രൈ ആയി വരും. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരു കേസരിയുടെ കളർ വേണമെങ്കിൽ ചേർത്തെടുക്കാം.
കളർ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതിയാകും കേട്ടോ. ഞാൻ കുറച്ചൊരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. അല്ലെങ്കിൽ കുങ്കുമപ്പൂ കൊണ്ടല്ലോ പാലിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു കളർ ചേർത്ത് കൊടുത്താലും മതി. അതാണ് കുറച്ചും കൂടെയൊക്കെ നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഫുഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ ഒരു പുറത്തുള്ള തൊലി കളഞ്ഞിട്ട് ഒരു കുരു മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുത്താൻ കേട്ടോ. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് കട്ടകൾ കിടപ്പുണ്ട്. ആ ഒരു കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നല്ല രീതിയിൽ ഇത് ഡ്രൈ ആയി വരും. ഒന്നും കൂടെ ഒന്ന് ഒരു ഹൽവ പാകത്തിനൊക്കെ ഒന്ന് ഉരുണ്ട് വരും. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ കുറേ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ഇത് റെഡി ആവുന്നതാണ്. നമുക്ക് ചൂടോട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. രണ്ടായിരുന്നാലും ഓക്കെയാണ്. ഞാൻ എന്തായിരുന്നാലും തണുത്തതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ ഇത് തയ്യാറാക്കി വെച്ച് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം. അപ്പോൾ അതിലേക്ക് ഞാൻ അവസാനം വീണ്ടും ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫൈനൽ ടച്ചാണ്. ഒരു കറക്റ്റ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാകും. ഒന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വിട്ട് വരും ആ ഒരു പാനിൽ നിന്ന്. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയാകും. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ല ആ ഒരു കാഷ്യൂനട്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനം ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എസൻസ് ചേർത്ത് കൊടുത്തത്. ഒരു 1-2 ഡ്രോപ്സ് അത്രയും മതി, കൂടുതൽ ചേർക്കേണ്ട. എങ്കിൽ ആ ഒരു മണം അത്രയ്ക്ക് നല്ലതാവില്ല. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. പാകമായിട്ടുണ്ട്, ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി വയ്ക്കാം. അല്ലെങ്കിൽ നേരത്തെ കാഷ്യൂസ് അതിലാണല്ലോ വറുത്ത് കോരി വെച്ചത്, അതിൽ കുറച്ച് നെയ്യിൻ്റെ അംശം കാണും. ആ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റുന്നത്. കറക്റ്റ് ആ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നുണ്ട് ഈ ഒരു കേസരി. ഒരു കപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് മതി. നന്നായിട്ട് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടൊന്ന് വരുന്നുണ്ട്. ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ. ഒരു പാത്രത്തിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് അടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു കേസരി ഇതിലേക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കണേ. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു 2 മണിക്കൂർ കാമുന്ന സമയത്ത് നന്നായിട്ട് തണുത്ത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പീസായിട്ട് തന്നെ ഇത് മുറിച്ചെടുക്കാം. കുറച്ചും കൂടെ ഞാൻ പറഞ്ഞതിന് കുറച്ചും കൂടെ അളവിൽ നെയ്യും പഞ്ചസാരയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കോരി കഴിക്കാൻ പാകത്തിനുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ ടെക്സ്ചറിലുള്ളതിന് ഒരു കേസരി നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് അത്രയും മധുരവും നെയ്യും വേണ്ട, ഇത്രയും മതി. അപ്പോൾ എന്തായിരുന്നാലും എല്ലാം ഒന്ന് നിരത്തി ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഈ ഒരു സൺഡേ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.